ഔട്ട് ഹൗസിൻ്റെ പിൻവശത്തെ ജനലിനടുത്തേക്ക് ചെന്നുകൊണ്ട് നന്ദു പതി അകത്തേക്ക് ശ്രദ്ധിച്ചു. അകത്തു നിന്നും ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടതും അവൾ ജനലിൻ്റെ പാളി പതിയെ തുറക്കാൻ ശ്രമിച്ചു. പതിയെ തുറന്നു വന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കിയ നന്ദു അകത്ത് നിൽക്കുന്ന ഗൗതമനെയും ശാരികയും ശ്രേയയും കണ്ട് നീട്ടി ചുളിച്ചു. ഇവർ മൂന്നും കൂടെ ഇവിടെ എന്തെടുക്കുക? എനിക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുമായിരിക്കും. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കി ചെവി വട്ടം പിടിച്ചു. ശബ്ദമൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അവൾ പിറുപിറുത്തുകൊണ്ട് ജനലിൻ്റെ സൈഡിലേക്ക് കുറച്ചുകൂടെ ചേർന്ന് നിന്നു. ഇപ്പം നല്ല വ്യക്തമായി അവൾക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കും. അപ്പോഴാണ് വാഷ്റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ഇറങ്ങി വരുന്ന സഹീറിൻ്റെ മേൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ഓ, ഇങ്ങേരം ഇവിടെ ഉണ്ടായിരുന്നോ? അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചിന്തിച്ചു. എന്തായി ശ്രേയ, പറഞ്ഞ സാധനം കിട്ടിയോ? സഹീറിൻ്റെ ശബ്ദം കേട്ടത് നന്ദു അങ്ങോട്ടേക്ക് തന്നെ ശ്രദ്ധിച്ചു നിന്നു. കിട്ടി സാർ, ദേ. അവന് മറുപടി പറഞ്ഞിട്ട് ശ്രേയ കയ്യിലിരുന്ന ചെറിയൊരു ബോട്ടിൽ അവൻ്റെ നേരെ നീട്ടി. അവനൊരു ചിരിയോടെ അത് വാങ്ങി അതിലേക്കൊന്ന് നോക്കി. അത് എന്താ സാർ? ആ പെണ്ണിനെ കൊല്ലാനുള്ള വിഷയെങ്ങാനും ആണോ? ശാരിക ചോദിച്ചു കേട്ട് നന്ദു ഒന്ന് ഞെട്ടി. അവൾ ആ ബോട്ടിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. വിഷമൊന്നുമല്ല ശാരിക, ഇറ്റ്സ് സ്ലീപ്പിംഗ് പിൽസ്. സഹീർ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല സാർ, ഞാൻ കരുതി. അവർ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ രൂക്ഷമായി നോട്ടം കണ്ട് നാവ് അടക്കി വെച്ചു. അല്ല സാർ, ഈ ഉറക്ക ഗുളികൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഗുളിക മോഡലല്ലേ, ഇതൊരു പൊടിയല്ലേ? അയാൾ ആ ബോട്ടിലേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ ടാബ്ലറ്റ് മോഡ് തന്നെയാണ് ഗൗതമ. ഇത് ടാബ്ലറ്റുകളെ പൊടിച്ചെടുത്തതേ ഉള്ളൂ. അവൻ പറഞ്ഞു കേട്ട് അയാളൊന്ന് തലയാട്ടി. അവരെയൊന്ന് നോക്കിക്കൊണ്ട് അവൻ അടുത്ത് കിടന്ന ചെയറിലേക്കിരുന്നു. അപ്പോൾ ഇനി എന്താ സാറിൻ്റെ പ്ലാൻ? ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ശ്രേയ ആകാംക്ഷയോടെ ചോദിച്ചു. സിമ്പിൾ. ഇത് നിങ്ങൾ നന്ദിനിയുടെ ഫുഡിൽ കലർത്തി കൊടുക്കണം. ഓ, എന്നിട്ട് മയങ്ങിക്കിടക്കുന്ന അവളെ സാറിൻ്റെ അടുത്ത് കൊണ്ട് കിടത്തണം അല്ലേ? അതിനുശേഷം ആളുകളെ വിളിച്ച് കാണിച്ച് നിങ്ങൾ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ അവളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തുക. അതല്ലേ സാറിൻ്റെ പ്ലാൻ? അവൻ പറഞ്ഞു കഴിയും മുന്നേ ശ്രേയ ആഹ്ലാദത്തോടെ ബാക്കി പറഞ്ഞു. യാ, കറക്റ്റ്. അവൻ പറഞ്ഞു കേട്ട് അവർ മൂന്ന് പേരുടെയും മുഖത്ത് ഒരു ചിരി വിടാതെ പുറത്തുനിന്നും ഇത് കേട്ട നന്ദുവിൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ബട്ട് ചെറിയൊരു തിരുത്തുണ്ട്. ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും അവർ മൂന്ന് പേരും അവനെ സംശയത്തോടെ നോക്കി. നന്ദുവിൻ്റെ മുഖത്തും സംശയം തെളിഞ്ഞു നിന്നു. ഞാനും നന്ദിയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുകയല്ല, ഞങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമുണ്ടായിരിക്കണം. ആ ബോട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വശ്യമായി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ മൂന്ന് പേരോടൊപ്പം നന്ദുവും. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രേയ സംശയത്തോടെ ചോദിച്ചതും അവനൊരു പുഞ്ചിരി കൊണ്ട് ടേബിളിലിരുന്ന ഒരു കവർ കയ്യിലെടുത്തു. ശേഷം അത് തുറന്നുകൊണ്ടൊരു ചെറിയ മെഡിസിൻ ബോട്ടിൽ കയ്യിലേക്ക് എടുത്തതും അവർ മൂന്ന് പേരും നന്ദുവും സംശയത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നും. ഇതെന്താ സാർ? ശ്രേയ ബോട്ടിലേക്ക് നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. മറ്റുള്ളവരുടെ മുഖത്തും അതേ സംശയം തന്നെയായിരുന്നു. ഇതൊരു ഡ്രഗ്സ് ആണ്, അതായത് നമ്മുടെ ശരീരത്തിലെ സെക്ഷൽ ഹോർമോൺസിൻ്റെ അളവ് കൂടുന്ന ഡ്രഗ്. ഇതിപ്പോൾ എന്തിനാ? അവൻ പറഞ്ഞു കേട്ട് ശ്രേയ സംശയത്തോടെ ചോദിച്ചു. ഇതൊരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ ഓപ്പോസിറ്റ് സെക്സിനോട് അടങ്ങാനാവാത്ത കാമം തോന്നും. അപ്പോൾ ഞാനിത് ബോധം തെളിഞ്ഞു വരുന്ന നന്ദുവിൻ്റെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ അവൻ ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞും ശ്രേയയുടെ മുഖത്തും അതേ പുഞ്ചിരി തെളിഞ്ഞു. സാർ, അത് തന്നെ വേണം. അവളെ എല്ലാ അർത്ഥത്തിലും സാറിന് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നിനും എതിർക്കാൻ കഴിയില്ല. അവൾക്ക് പിന്നെ സാറിൻ്റെ ഭാര്യയായിട്ടോ വെപ്പാട്ടിയായിട്ടോ സാറിൻ്റെ കൂടെ കഴിഞ്ഞാൽ മതിയാകും. ശ്രേയ വല്ലാത്തൊരു സന്തോഷത്തോടെ പറഞ്ഞതും അവൻ്റെ ചുണ്ടിലും ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. അല്ല സാർ, അവളെ സ്വന്തമാക്കാൻ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ബോധമില്ലാതെ കിടക്കുന്നവളെ സ്വന്തമാക്കാൻ അത്ര പാടൊന്നുമില്ലല്ലോ. അവർ പറഞ്ഞു കേട്ട് ഗൗതമൻ തൻ്റെ സംശയം അവനോട് ചോദിച്ചു. ഓ, എൻ്റെ അച്ഛ, അവൾ ബോധമില്ലാതെ കിടക്കുമ്പോൾ അവളെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്ക് ബോധം തെളിഞ്ഞ ശേഷം അവളെ ബലമായി കീഴ്പ്പെടുത്തുകയോ ചെയ്താൽ വകുപ്പ് വേറെയാ, റേപ്പ് കേസാകും. അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് അവൾ കേസിനെങ്ങാനും പോയാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. ഇതാകുമ്പോൾ അവളുടെ പൂർണ്ണ സമ്മതത്തോടെയായിരിക്കും. അവളൊരു വീഡിയോ കൂടെ എടുത്തു വെച്ചാൽ പിന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായും അവൾ തകർന്നു നിൽക്കും. പിന്നെ ബാക്കിയൊക്കെ സഹീർ സാർ നോക്കിക്കോളും. അല്ല സാർ? സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് യാതൊരു കുറ്റബോധവും ഇല്ലാതെ, അതും ഒരു പെണ്ണായിരുന്നിട്ട് കൂടി മറ്റൊരു പെൺകുട്ടിയെ ദ്രോഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ശ്രേയെ നന്ദു കത്തുന്ന കണ്ണുകളോടെ നോക്കി നിന്നു. ഇനി അവളെ പതനമണച്ച. ഇത്രയും നാളുകളായിട്ട് നമ്മളോട് ദ്രോഹിച്ചതിന് അവൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തോലി ഉരിച്ചു നിർത്തണം. നമ്മളോട് ചെയ്തതിനൊക്കെ അവളെ അനുഭവിപ്പിക്കണം. എൻ്റെ ശരീരം നോവിച്ചതിനടക്കം ചേർത്ത് നാളെ അവളെ പച്ചയ്ക്ക് കത്തിക്കണം. അവൾ പകയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. മോള് പറഞ്ഞ നേരാണ്. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങും. അതോടൊപ്പം ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നമുക്ക് മാത്രം സ്വന്തമായി തീരും.
ഗൗതമൻ പറഞ്ഞു കഴിഞ്ഞതും അവിടെ പൊട്ടിച്ചിരി ആ മുറിയിലാകെ അലയടിച്ചു. ജനൽ സൈഡിൽ നിന്നും മാറി ചുമരിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിന്ന നന്ദു ഒരു നിമിഷം കഴിഞ്ഞതും പതിയെ കണ്ണുകൾ തുറന്നു. ആ നിമിഷം തീക്കട്ട പോലെ ചുവന്നു തൊടുത്ത അവളുടെ കണ്ണുകളിൽ സർവ്വതും ചുട്ടു ചാമ്പലാക്കാൻ പാകത്തിന് അഗ്നി എരിയുന്നുണ്ടായിരുന്നു. അവർ നിൽക്കുന്ന മുറിയിലേക്ക് ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. ഹോ ദുഷ്ടക്കൂട്ടങ്ങൾ! നന്ദു പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആദ്യ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഹോ എന്നാലും എൻ്റെ ഏട്ടത്തി, ഇത്രയും ആയപ്പോഴേക്കും മേടത്തേക്ക് അവരെ അവിടെ നിന്നും തല്ലി ഇറക്കിക്കൂടായിരുന്നോ? ആദ്യ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചു. അതിനാര് പറഞ്ഞു തല്ലി ഇറക്കി വിടില്ലാന്ന്? തല്ലുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഇനി 7 ജന്മം കുളിച്ചാലും തീരാത്ത അത്രയും നാണക്കേട് കൂടെ കൊടുത്തിട്ടല്ലേ ഞാൻ അവരോട് നിന്നും ഇറക്കി വിട്ടത്. അപ്പോൾ ഏട്ടത്തി അവരെ അവിടെ നിന്നും ഇറക്കി വിട്ടോ? ആദ്യ ആകാംക്ഷയോട് ചോദിച്ചു. പിന്നെ എന്നെ ഇത്രയും ദ്രോഹിച്ച് അവരെ പിന്നെയും അവിടെ തന്നെ നിർത്താൻ പറ്റുമോ? നന്ദു പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യം അവളെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. നന്ദുവിൻ്റെ മനസ്സിൽ പിന്നെയും വന്നത് ദിവസത്തിലേക്ക് പോയി. അഗ്നി പോലെ എരിയുന്ന കണ്ണുകളുമായി വീടിനകത്തേക്ക് നടക്കുമ്പോൾ ആ 4 പേരോടുമുള്ള അവളുള്ളിൽ ആളി കത്തുകയായിരുന്നു. വീടിനകത്തേക്ക് കയറി നന്ദു എന്തോ ആലോചിച്ചുകൊണ്ട് നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. ശേഷം ജനലിലൂടെ അവർ വരുന്നതും നോക്കി നിന്നു. നിമിഷങ്ങൾ കടന്നതും അവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങുന്നതും സഹീർ ഗൗതമനും അവരോടെന്തോ പറഞ്ഞുകൊണ്ട് കാറെടുത്ത് പുറത്തേക്ക് പോകുന്നതും ബാക്കി 2 പേരും അകത്തേക്ക് കയറുന്നതുമൊക്കെ അവൾ ജനലിലൂടെ നോക്കി നിന്നു. മോളെ, ആ ഉറക്കുകുളിക്ക് ഇപ്പോഴേ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ ചേർത്ത് വെക്കണോ? മുകളിലേക്കുള്ള പടികൾ കയറുന്നതിനിടയിൽ ശാരിക സ്ത്രീയോടായി ചോദിച്ചു. ഓ എൻ്റെ അമ്മേ, ഇപ്പോഴേ ചേർത്ത് വെച്ചിട്ട് എന്തിനാ? അത് കഴിക്കാൻ അവൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? അത് മാത്രമല്ല, ഇതവൾ രാത്രി കഴിക്കുന്ന ഫുഡിൽ തന്നെ കൊടുക്കണം, എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. രാത്രിയായാലല്ലേ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കൂ. അവൾ പറഞ്ഞതും ശാരികയെല്ലാം മനസ്സിലായതുപോലെ തലയാട്ടി. ഞാൻ അതുകൊണ്ട് പോയി എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കട്ടെ. അപ്പോഴേക്കും മാമ പോയി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. അവൾ അവരോടായി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ മുകളിൽ നിന്നും ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന നന്ദുവിൻ്റെ മുഖം ദേഷ്യം ജ്വലിച്ചു. എന്താ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ ശ്രേയുടെ മുറിയിലേക്ക് കയറി വാതിലിന് സൈഡിലായി മറിഞ്ഞു നിന്നു. ശ്രേയ മുകളിലേക്ക് കയറി വന്നതും അടഞ്ഞു കിടക്കുന്ന നന്ദുവിൻ്റെ മുറിയുടെ വാതിൽ കണ്ടൊന്നും മന്ദഹസിച്ചു. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ നീ മുറിയിൽ നിന്നും ഈ വീട്ടിൽ നിന്നുമൊക്കെ പുറത്താണ് നന്ദിനി. ഇത്രയും നാളും എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയും ദ്രോഹിച്ചതിനൊക്കെയും ഇന്ന് രാത്രി കൊണ്ട് നീ അനുഭവിക്കും, ഇല്ലെങ്കിൽ ശ്രേയ അനുഭവിപ്പിക്കും. അവൾ ആ വാതിലേക്ക് നോക്കിക്കൊണ്ട് പകയുടെ മുരണ്ടു. ശേഷം ഒരു ചിരിയോടെ തൻ്റെ റൂമിലേക്ക് കയറി ആ ബോട്ടിൽ ഷെൽഫിലേക്ക് വെച്ചു. ഷെൽഫ് അടച്ചു വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നതും വാതിലിൻ്റെ മറവിൽ നിന്ന് നന്ദു പതിയെ പുറത്തേക്ക് വന്നു. ശ്രേയ പോയ വഴിയൊന്ന് നോക്കിയതിന് ശേഷം നന്ദു വേഗം പോയി ഷെൽഫ് തുറന്ന് ആ ബോട്ടിൽ കയ്യിലേക്ക് എടുത്തു. അത് മുഖത്തിൽ നേരെ ഉയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൾ മനസ്സിൽ തന്നെ ഒന്നുകൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. നന്ദു പതിയെ ആ ബോട്ടിലെ വെളുത്ത പൊടി ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് തട്ടി. ശേഷം അതിലേക്ക് കുറച്ച് പൗഡർ തട്ടിയിട്ട് തിരികെ അതുപോലെ ഷെൽഫിലേക്ക് വെച്ചു. പേപ്പറിൽ തട്ടിയിട്ട പൊടി മടക്കിയെടുത്ത് അവൾ തൻ്റെ റൂമിലേക്ക് പോയി. വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അവൾ ആ പൊടി തൻ്റെ ടേബിളിന് മേലെ സൂക്ഷിച്ചു വെച്ചു. ശേഷം അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ തൻ്റെ ശത്രുക്കളെ നിലം പരിശാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവളൊന്ന് ഫ്രഷായി താഴേക്ക് ഇറങ്ങി ചെന്നു. നന്ദു ഹാളിലേക്ക് ചെന്നതും ഡൈനിങ് ടേബിളിൽ ചായ കുടിക്കുന്ന ഗൗതമനെയും ശാരികയും ശ്രേയയും കണ്ടു അവൾ ഒന്ന് നിന്നു. അവളുടെ മനസ്സിലേക്ക് ഔട്ട് ഹൗസിൽ വെച്ച് അവർ സംസാരിച്ചത് ഓരോന്നും കടന്നു വന്നു. ഓടിച്ചെന്ന 3ൻ്റെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ തോന്നിയെങ്കിലും അവൾ മൗനം പാലിച്ചു നിന്നു. ശേഷം സ്വയം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ അവിടെ അരികിലേക്ക് നടന്നു. അവൾ മുന്നിലെത്തിയപ്പോഴാണ് അവർ അവളെ കാണുന്നത്. പെട്ടെന്ന് അവളെ അവിടെ കണ്ടതും അവർ ചാടി എഴുന്നേറ്റു. അത് മോൾ എപ്പോഴാണ് വന്നത്? ഞാൻ കണ്ടിരുന്നില്ല. ശാരികയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ ചെയർ വലിച്ചിട്ട് അതിലേക്കായിരുന്നു. മോൾക്ക് ഞാനിപ്പോൾ ചായ എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അവർ ശ്രേയയെ ഒന്ന് നോക്കിയ ശേഷം കിച്ചണിലേക്ക് നടന്നു. നന്ദു ആരെയും ശ്രദ്ധിക്കാതെ ടേബിളിൽ നിന്ന് സ്നാക്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് ശ്രേയയും ഗൗതമനും പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അവർ പോകുന്നത് കൺകോണിലൂടെ കണ്ട നന്ദു ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ചെയറിലേക്ക് ചാരിയിരുന്നു. മോളെ, നമുക്ക് ആ ഉറക്ക് കുളിക്ക അവളെ ചായയിൽ കലക്കി കൊടുത്താലോ? അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുന്നതിനിടയിൽ ശാരിക ശ്രേയയോട് ചോദിച്ചു. ഓ എൻ്റെ അമ്മേ, അതൊന്നും പറ്റില്ല. ഇപ്പോൾ അവൾക്ക് കൊടുത്താൽ അവൾ രാത്രി ആകുമ്പോഴേക്കും ഉണരും. ആ മെഡിസിൻ വളരെ ഡോസ് കുറഞ്ഞതാ. ഏകദേശം 3-4 മണിക്കൂർ നേരത്തെ മയക്കം അത്രയേ ഉണ്ടാവുള്ളൂ. ശ്രേയ പറഞ്ഞിട്ട് അവർ ഒന്ന് തലയാട്ടി. ഞാൻ അത് കൊണ്ടുപോയി അവൾക്ക് കൊടുത്തിട്ട് വരാം. ചായ ഏതും അവരോടായി പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് നടന്നു. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നാൽ മതി അല്ല മോളെ?
ശാരിക പോകുന്ന വഴിയൊന്ന് നോക്കിക്കൊണ്ട് ഗൗതമൻ ശ്രേടായി ചോദിച്ചു. നടക്കുക അച്ഛാ. ഇന്നത്തെ രാത്രി അവളുടെ സന്തോഷങ്ങളുടെ അവസാന രാത്രിയാണ്. നാളെ മുതൽ അവൾക്ക് കണ്ണുനീർ ഒഴിഞ്ഞിട്ട് നേരെ ഉണ്ടാകില്ല. ഭാഗ്യയോടെ പറയുന്നവളുടെ മുഖത്ത് ക്രൂരമായി ഒരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു. അത് കണ്ടതും അയാളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു വന്നു. അച്ഛാ, പിന്നിന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എന്തായി? നാളെ തന്നെ ആദരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലേ? പെട്ടെന്ന് അവളെന്തോ ഓർത്തതുപോലെ അയാളോട് ചോദിച്ചു. പറ്റും മോളെ. നാളെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവൻ്റെ കൂടെ പോയേ മതിയാകൂ. അതിന് മുൻപ് തന്നെ അവളുടെ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് അവളെ കൊണ്ട് മാറ്റി എഴുതി തരാമെന്ന് സഹീർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അയാൾ ചിരിയോടെ മറുപടി പറഞ്ഞു. അല്ല, ഈ സഹീറിനപ്പോൾ ഈ സ്വത്തുക്കൾ നമുക്ക് തരുന്നതിൽ എതിർപ്പൊന്നുമില്ലേ? ശ്രേയ മനസ്സിൽ തോന്നിയ സംശയം ചോദിച്ചു. എവിടുന്ന്? അയാൾക്ക് ബോംബെയിൽ കോടികളുടെ ആസ്തിയുണ്ട്. എത്ര സ്ഥാപനങ്ങൾ അയാൾക്കുണ്ടെന്ന് മോൾക്കറിയോ? പിന്നെ ഇയാൾക്ക് ഈ നക്കാപ്പിച്ച കിട്ടിയിട്ട് എന്തിനാ? അയാൾ പറയുന്ന കേട്ട് ശ്രേയുടെ കണ്ണുകളൊന്ന് വിടർന്നു. കോടികളുടെ ആസ്തിയോ? എന്നിട്ട് അച്ഛൻ എന്താ നേരത്തെ എന്നോട് പറയാഞ്ഞത്? മനഃപൂർവ്വം പറയാൻ തന്നെയാ. നിന്റെ മനസ്സിലിപ്പോൾ എനിക്കറിയാം. അവന് കോടികളുടെ ആസ്തി മാത്രമല്ല, ആ കോടികളുണ്ടാക്കാൻ അവൻ ചെയ്യുന്ന ബിസിനസ്സുകൾ പലതാണ്. അവൻ്റെ ബിസിനസ്സിൻ്റെ മറവിൽ സെക്സ് റാക്കറ്റ് വരെയുണ്ട്. നീ എങ്ങാനും അവനെ കെട്ടിയാൽ 2-3 മാസം കഴിഞ്ഞ് അവൻ നിന്നെ ഏതെങ്കിലും ഹിന്ദിക്കാനെ കൊണ്ടുപോയി വിൽക്കും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? സെക്സ് റാക്കറ്റോ? അയാൾ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അയാളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അപ്പോൾ അയാൾ ഇവളെ കെട്ടുന്നത്? അതൊക്കെ ഇനി കണ്ടറിയണം. എന്തായാലും ഉപയോഗിച്ച് മടുത്ത് കഴിയുമ്പോൾ അയാൾ ഇവളെ വല്ല മാർവാടിക്കും വിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അയാൾ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. അങ്ങനെ തന്നെ ആകും അച്ഛാ. ഇത്രയും നേരം അയാളുടെ കൂടെ അവൾ ചിലപ്പോൾ സന്തോഷത്തോടെ ജീവിച്ചാലോ എന്ന് കരുതി ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പം അത് മാറി. വർദ്ധിച്ച സന്തോഷത്തോടെ പറയുന്നവളെ നോക്കി അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ഒരു ചുവരിനപ്പുറം എല്ലാം കേട്ടുകൊണ്ട് നിന്നവളുടെ കണ്ണിലെ പക ഇരുവരുടെയും നാശത്തിലേക്കുള്ളതാണെന്ന് ആ നിമിഷം അവർ അറിഞ്ഞില്ല. മോൾ ഇതെവിടെ പോയിരുന്നു? പുറത്തുനിന്നും കയറി വരുന്ന നന്ദുവിനെ നേരി ചായക്കപ്പ് നീട്ടിക്കൊണ്ട് ശാരിക ചോദിച്ചതും അവൾ അവരെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചായക്കപ്പ് വാങ്ങി അകത്തേക്ക് നടന്നു. അഹങ്കാരി. അവൾ പോയ വഴിയെ നോക്കി പുറത്തുകൊണ്ട് അവർ നേരെ കിച്ചണിലേക്ക് നടന്നു. പിന്നെ രാത്രി അവനുള്ള കാത്തിരിപ്പായിരുന്നു. 8 മണിയായപ്പോഴേക്കും ശ്രേയ ഭക്ഷണം കഴിക്കാനെന്നും പറഞ്ഞു വന്ന് വിളിച്ചു. അത് കണ്ടപ്പോൾ വിചാരിച്ചു തന്നെയാണെങ്കിൽ പോലും ആദ്യം അത്ഭുതമാണ് തോന്നിയത്. കാരണം ഭക്ഷണം ഉണ്ടാകുമെങ്കിലും ഒരിക്കൽ പോലും അവർ ആരും അവളെ കഴിക്കാനായി വിളിച്ചിട്ടില്ല. എന്നിൽ ഇപ്പം തന്നെ കൊടുക്കാൻ വേണ്ടി ഇത്രയും ആത്മാർത്ഥതയോടെ വന്ന് വിളിക്കുന്നവളെ കണ്ടതും അവൾക്ക് യഥാർത്ഥത്തിൽ ചിരി വന്നു. പൊട്ടി വന്ന ചിരി അടക്കി നിർത്തിക്കൊണ്ട് അവൾ ശ്രേയെ ഗൗരവത്തോടെ ഒന്ന് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ ബുക്ക് മടച്ചു വെച്ചവൾ താഴേക്കിറങ്ങി. ആ നിമിഷം അവളുടെ കയ്യിൽ ശ്രേയയുടെ കയ്യിൽ നിന്നും എടുത്ത് മാറ്റിയ സ്ലീപ്പിംഗ് പിൽസ് പൊടി അവൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഹാളിലെത്തിയതും ഗൗതമൻ്റെയും ശാരികയുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ട് അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. മനസ്സിൽ അവരുള്ള പക ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവർ തനിക്കായി വിളമ്പി വെച്ച ഭക്ഷണത്തിൽ താൻ നേരത്തെ മാറ്റിവെച്ച പൗഡർ പൊടി തൂകിയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വെച്ച് അവൾ അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അതിനിടയിൽ തന്നെ അവളുടെ ശ്രദ്ധ മാറിയതും അവൾ കയ്യിലിരുന്ന പൊടി ചിക്കൻ കറിയിലേക്ക് കലർത്തി. ശേഷം ഗൂഢമായ ഒരു പുഞ്ചിരിയോടെ അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. താൻ ഭക്ഷണം കഴിക്കുന്ന കണ്ട് അവിടെ മുഖത്ത് തെളിഞ്ഞ് വിജയിച്ചിരി കണ്ടതും അവൾ പുച്ഛത്തോടെ മുഖം കോട്ടിക്കൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി. കൈ കഴുകി മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്നവരെ അവളും ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പതിയെ പടികൾ കയറി. റൂമിലെത്തി ബുക്കെടുത്ത് ബാക്കി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് റൂമിൻ്റെ പുറത്ത് ആരുടെയോ നിഴൽവട്ടം കണ്ടത്. ശ്രേയ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ഉറക്കം വരുന്നത് പോലെ കോട്ടുവായിട്ടു. ശേഷം പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറിയൊന്ന് ഫ്രഷായ ശേഷം ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവൾ കട്ടിലേക്ക് കിടന്നു. അവൾ കിടന്ന കണ്ടൊരു ഒട്ടൊരു നിമിഷത്തിന് ശേഷം അകത്തേക്ക് കയറിയൊന്ന് ശ്രേയ ഡിം ലൈറ്റിൻ്റെ വെള്ളത്തിൽ അവളുടെ മുഖത്തേക്ക് വിരൽ ഒഴിച്ചുകൊണ്ട് അവൾ ഉറങ്ങിയെന്ന് നോക്കി. നന്ദുവിൽ നിന്നും യാതൊരു അനക്കവും ഇല്ലാതെ വന്നതും അവൾ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടി. അവൾ പോകുന്ന കണ്ട് കണ്ണുകൾ തുറന്നു നോക്കി നന്ദു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അച്ഛാ, അവൾ ഉറങ്ങി. ഇനി ഒരു 4-5 മണിക്കൂറത്തേക്ക് അവൾ നല്ല ഉറക്കമായിരിക്കും. താഴേക്കിറങ്ങിയ ശ്രേയ ഗൗതമനെ നോക്കിക്കൊണ്ട് അതീവ സന്തോഷത്തോടെ പറഞ്ഞു. ആണോ? എങ്കിൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് ഔട്ട് ഹൗസിലേക്ക് ചെന്ന് സഹീർ സാറിനോട് വിവരം പറഞ്ഞാലോ? അവൾ പറഞ്ഞു കേട്ട് ശാരിക അവരോട് പറഞ്ഞു. അത് വേണ്ട. ഇപ്പോൾ അവൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത് ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാകും. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആൾക്കാരുള്ളതാ. ആരും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പോരാത്തിന് ചുറ്റും ലൈറ്റും. അബദ്ധത്തിലെങ്ങാനും ആടിയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ എല്ലാം ഇന്നത്തോടെ തീരും. ഇതുവരെ നമ്മൾ ചെയ്തു കൂട്ടിയത് എല്ലാം പാഴാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ.
ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉറങ്ങും. അപ്പോഴേക്ക് നമുക്ക് അദ്ദേഹത്തിനോട് ചെന്ന് വിവരം പറയാം. അയാൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്കിരുന്നു. അയാൾ പറഞ്ഞതും ശരിയാണെന്ന് തോന്നിയതും മറ്റുള്ളവരും ഒന്നും മിണ്ടാതെ അയാളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മുകളിൽ നിന്നും ഇവരുടെ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ടിരുന്ന നന്ദുവിൻ്റെ കണ്ണിൽ എരിഞ്ഞ പകയോടെ തിരിഞ്ഞു നടന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 10 മണി ആകാറായതും നന്ദു പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ലൈറ്റുകളെല്ലാം അണഞ്ഞത് കണ്ടതും നന്ദു പതിയെ ശ്രേയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ശ്രേയുടെ മുറിയുടെ മുന്നിലെത്തിയതും ചാരിയിട്ടിരുന്ന വാതിൽ പതിയെ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറി. ബെഡിൽ ബോധം കെട്ട് ഉറങ്ങുന്ന ശ്രേയെ കണ്ട് അവളുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. നിനക്കെന്നെ അയാളുടെ ബെഡിൽ എത്തിക്കണം അല്ലടി. അവൾ പകയുടെ മുരണ്ടുകൊണ്ട് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന ശ്രേയുടെ കവിളിൽ ആഞ്ഞടിച്ചു.